ഹോം മെയ്ഡായിട്ട് നമുക്കൊരു ഹെൽത്തി ചോക്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. ക്രിസ്പിയും സോഫ്റ്റുമായിട്ടുള്ള പ്രോട്ടീനും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ചോക്ലേറ്റാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഡബിൾ ബോയിൽ ചെയ്ത് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ബദാമും ഡേറ്റ്സും കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് വല്ലപ്പോഴൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ബദാമും ഡേറ്റ്സൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. സ്കിന്നിനായാലും ഹെയറിനായാലും പ്രോട്ടീനും അയണും അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ വളരും തോറും അവർക്ക് പ്രോട്ടീനും അയൺ അടങ്ങിയ ഭക്ഷണം കൊടുത്താലേ അവർക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. വളരെ തിന്നായിട്ടുള്ള സേമിയ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്താണ്. നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ആഡാക്കാം. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ. നട്ട്സും ബദാമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ എന്ന അളവിൽ നമുക്ക് ഈ വറുത്തെടുത്ത സേമിയയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫില്ല് ആവണ പോലെ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലൊരു സ്റ്റിക്ക് കൊണ്ട് ഇതേപോലെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാവണ പോലെ ചെയ്തെടുക്കുക. ചോക്ലേറ്റ് ഡ്രൈ ആവണ മുമ്പ് നമുക്ക് ബദാമും പിസ്തയും കൂടി പൊടിച്ചും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാ സേമിയയും ഫില്ല് ചെയ്തു. അതിന് മുകളിലേക്ക് ചോക്ലേറ്റും ഒഴിച്ചു കൊടുത്തു. നമ്മളങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലായാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നമുക്ക് ഓരോന്നെടുത്ത് ഇതേപോലെ കഴിക്കാവുന്നുള്ളൂ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. കാണാൻ ഭംഗിയുള്ള പോലെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസുകളുമായിട്ട് വരാം. ബൈ.